ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി കട്ടിയില്ലാതെ, ചൂട് പാലായതുകൊണ്ട് തന്നെ പാൽപ്പൊടി കട്ടിയില്ലാതെ പെട്ടെന്ന് മിക്സായി കിട്ടും. പാൽപ്പൊടി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മെയ്ഡും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാല് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് വറ്റിച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പാല് വറ്റി വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ ചൈന ഗ്രാസ് 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാ പച്ചവെള്ളം മതിയാവും. അപ്പോൾ അതൊരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റോളം ഒന്ന് കുതിർത്തെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഒപ്പം അപ്പുറത്തെ അടുപ്പിൽ പാല് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കിയത് നല്ല ചൂടോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് നോക്കി നോക്കുക. നിങ്ങൾക്ക് മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇത് നന്നായി ചൂടാറി വരുമ്പോൾ തന്നെ ഇത് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂറും കൂടി വെക്കുക. അപ്പോൾ നന്നായി തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബൗളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ നന്നായി ചൂടാറിയതിന് ശേഷം അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.